ആരാധനകളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചുള്ള ഒരു പൊതു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയുടെ ദൈവവുമായിട്ടുള്ള സ്വകാര്യമായ ഇടപാടാണ്. അതിന് പ്രത്യേകിച്ച് സമൂഹവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ സമൂഹത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പള്ളിയല്ല പള്ളിക്കൂടം പണിയണമായിരം എന്ന മുദ്രാവാക്യങ്ങളൊക്കെ പലപ്പോഴും കേൾക്കാറുള്ളത്. കാരണം പള്ളി പണിതിട്ട് പ്രത്യേകിച്ച് സമൂഹത്തിന് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. എന്നാൽ അത് ശരിക്കും ഇസ്ലാമിനെക്കുറിച്ച് ഉള്ള ഒരു അജ്ഞതയും അറിവില്ലായ്മ കൂടിയാണ്. കാരണം ഇസ്ലാമിൽ ആരാധനകൾ പോലും അതിലൊരു സാമൂഹികത നമുക്ക് കാണാൻ കഴിയും. അതിലൊക്കെ രൂപപ്പെടുന്ന ഒരു കൂട്ടായ്മ നമുക്ക് ദർശിക്കാൻ കഴിയും. ഇപ്പോൾ നോമ്പ് തന്നെ എടുത്തു നോക്കാം. നോമ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു സ്വകാര്യമായ ഒരു ഇടപാടാണല്ലോ. ദൈവവുമായിട്ട് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം നോമ്പ്. പക്ഷെ ഒരു നോമ്പ് കാലമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, അതിലൂടെ രൂപപ്പെടുന്നൊരു സാമൂഹികതയുണ്ട്. പള്ളിയിൽ എല്ലാ സമയത്തും ആളുകൾ ധാരാളമായിട്ട് കൂടുകയാണ്. ഇഫ്താറുകൾക്ക് വേണ്ടിയിട്ടുള്ള സംഗമങ്ങൾ രൂപപ്പെടുകയാണ്. റമളാൻ കിറ്റുകൾ ആളുകളെ സഹായിക്കാനായിട്ടുള്ള അത്തരം സംവിധാനങ്ങൾ സജീവമാവുകയാണ്. അതോടൊപ്പം അവസാനത്തൊക്കെ അടുക്കുമ്പോൾ പിന്നെ സക്കാത്തുൽ ഫിത്തറിൻ്റെ ശേഖരണവും വിതരണവുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകൾ ഉണ്ടാവുകയാണ്. ഇത് ഇസ്ലാമിൻ്റെ മറ്റു ആരാധനകളിൽ എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ദീനല്ല, മറിച്ച് അത് സാമൂഹിക കേന്ദ്രീകൃത കൂടിയാണ്. അത് കൂട്ടായ്മകളെയാണ് രൂപീകരിക്കുന്നത്. ഒരുപാട് വ്യക്തികളെ ഇങ്ങനെ നല്ല വ്യക്തികൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ നല്ല വ്യക്തികളൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവുക. ആ കൂട്ടായ്മക്ക് ഈ ലോകത്ത് നിർവഹിക്കാൻ ഒരു വലിയ ദൗത്യമുണ്ട് എന്നുകൂടി ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ കൂട്ടായ്മകൾ കൂടി രൂപപ്പെടുക എന്നതുകൂടിയാണ് നോമ്പിലൂടെയൊക്കെ നമ്മളുടെ ഇടയിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം.